രാവുകൾ പകലുകൾ അധ്യായം 21. കമ്മ്യൂണിൽ സമരം മൂന്നാമത് ദിവസത്തേക്ക് മുന്നേറി. വിരലിലെണ്ണാവുന്ന ആവശ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. കമ്മ്യൂണിസം നിലനിർത്തുക, കമ്മ്യൂൺ ഭരണകൂടത്തിൽ മാറ്റം വരുത്തുക, പുതിയ ഭാരവാഹികളെ ഫലമേൽപ്പിച്ച് പ്രായാധിക്യമുള്ളവർ വിശ്രമിക്കുക, അവർ കമ്മ്യൂണിൽ നിന്നും വാർദ്ധക്യകാല പെൻഷൻ പറ്റി കഴിയുക, കമ്മ്യൂണിൽ നിന്ന് പുറത്തു വരുന്ന പത്രത്തിൽ വിധ്വംസകരമായ വാർത്തകൾ കൊടുക്കാതിരിക്കുക, ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാതെ കമ്മ്യൂണിലെ എല്ലാവരുടെയും തീരുമാനത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുക. കമ്മ്യൂണിൻ്റെ ഭീമാകാരമായ ഗേറ്റ് പൊട്ടി താക്കോൽ ഗുരുവിൻ്റെ വീടിൻ്റെ അലമാരയിൽ സൂക്ഷിച്ചു വച്ചു. പത്രം ഗുരുവിൻ്റെ പഴയകാല സഹപ്രവർത്തകനും സുഹൃത്തുമായ ഒരാളുടെ പ്രസിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കമ്മ്യൂൺ അന്തേവാസികൾ അമ്പരന്നു. കമ്മ്യൂണിലെ അന്തേവാസികൾക്ക് പിൻബലം പ്രഖ്യാപിച്ചതായിട്ട് പല രാഷ്ട്രീയ സംഘടനകളും പ്രസ്താവനകളിറക്കി. ഗുരു നിശബ്ദനായിരുന്നു. മുടക്കമില്ലാതെ പത്രം പുറത്തു വന്നുകൊണ്ടിരുന്നു. സമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയും കമ്മ്യൂണിൻ്റെ അടഞ്ഞ ഗേറ്റിന് മുന്നിൽ പന്തൽ കെട്ടി സത്യാഗ്രഹം തുടങ്ങുകയും സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കമ്മ്യൂണിലെ ഒരു നേതാവ് പ്രസംഗിക്കുകയും ചെയ്തു. കമ്മ്യൂൺ ആരുടെയും സ്വന്തമോ സ്വത്തോ ആണെന്ന ധാരണ വേണ്ട. നമ്മളിൽ ഓരോരുത്തരുടെയും രക്തം വിയർപ്പാക്കി ഒഴുക്കി കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണത്. അത് പൂട്ടിക്കെട്ടി ഒരാളുടെ അലമാരയിൽ സൂക്ഷിക്കാനുള്ളതല്ല. അവകാശങ്ങൾ അനുവദിച്ചുകൊണ്ട് കമ്മ്യൂൺ തുറന്ന് പ്രവർത്തനം തുടങ്ങാനും പത്രം കമ്മ്യൂണിലെ പ്രസിൽ തന്നെ പ്രിന്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കാനും മാനേജ്മെൻറ്റ് തയ്യാറാകണം. അല്ലാത്തപക്ഷം സമരം മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഉണ്ടാകാവുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും മാനേജ്മെൻറ്റ് മാത്രം ഉത്തരവാദി ആയിരിക്കും. ആൻ്റണി നേതാവ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ഉമ്മറത്ത് നിന്ന് വിളി കേട്ടു. കകതൂർന്ന് ലൈറ്റ് തെളിച്ചു. വരാന്തിയിൽ ഗുരു ജോസഫ്. ആൻ്റണിയുടെ മുഖം വിളറി. ഗുരു, അകത്തേക്ക് വരൂ. ഗുരുവും ജോസഫും അകത്ത മുറിയിൽ കുശലിട്ട സെറ്റുകളിലിരുന്നു. പതപെടുത്ത സെറ്റിയുടെ സുഖത്തിൽ കറങ്ങുന്ന ഫാനിൻ്റെ തണുപ്പിൽ ഗുരു അമർന്നിരുന്നു. പുഞ്ചിരിച്ചു. ഏലമ്മ, ഗുരു വിളിച്ചു. എന്തോ? അകത്ത് വിളി കേട്ടു. ഫ്രിഡ്ജിൽ തണുത്ത വല്ലതും കാണുമോ? ഐസ് സോഡ, പിന്നെ ആൻ്റണിയുടെ ചൂടുള്ളതും 3 ഗ്ലാസുകളും. ആൻ്റണി വേഗം അകത്തേക്ക് പോയി. കുപ്പികളും ഗ്ലാസുകളും എത്തിച്ചു. ഏലമ്മ ചിപ്സും കപ്പലണ്ടിയുമായി എത്തി. 3 ഗ്ലാസ്സിൽ മദ്യം പകർന്നു വെച്ചു. ഗുരു ആൻ്റണിയുടെ മുഖത്ത് നോക്കിയിരുന്നു. ഗുരുവിൻ്റെ മുഖം ഇരുളുന്നത് അയാൾ കണ്ടു. എടാ ചെറ്റേ, ഈ ഇരിക്കുന്ന മദ്യം കൂടി കമ്മ്യൂണിലുണ്ടായ ലാഭത്തിൻ്റെ വിഹിതത്തിൽ നിന്നാണ്, നീ മറക്കരുത്. ആ കമ്മ്യൂൺ ഉണ്ടാക്കാൻ അടിത്തട്ടയിട്ടത് നിൻ്റെയോ എൻ്റെയോ അപ്പൻ സമ്പാദിച്ച പണവുമല്ല. കാഞ്ഞിരപ്പള്ളിക്കാരൻ ബേബിച്ചൻ അയാളുടെ മകൾ എലീസയ്ക്ക് കൊടുത്ത റബ്ബർ എസ്റ്റേറ്റ് വിറ്റ പണമാണെന്ന് നിനക്കറിയാമോ? ഗുരു, അയാൾ ഗുരുവിൻ്റെ കാൽക്കൽ പ്രണമിക്കാനേക്കുന്നു. എഴുന്നേൽക്കടാ, നിനക്കിതിനു കൂടി യോഗ്യതയില്ല, അറിയോ? നീ അന്ന് മോഷണം നടത്തി ജയിലിൽ കിടക്കുകയായിരുന്നു. ക്ഷോഭം കൂടിയപ്പോൾ ഗുരു സംസാരം നിർത്തി. ജോസഫ് തലകുനിച്ചിരുന്നു. നീ പറഞ്ഞില്ലേ നിൻ്റെയൊക്കെ വിയർപ്പ് കൊണ്ടാണ് പണിതുയർത്തിയെന്ന്? ഇല്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇന്ന് രാഷ്ട്രത്തെ 1ാം കിട പത്രക്കാർ ജോലിക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വേതനം തന്നിട്ടുണ്ട്, മറ്റ് ആനുകൂല്യങ്ങളും തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞും ഉണ്ടായിട്ട് ലാഭം കമ്മ്യൂണിൻ്റെ നിലനിൽപ്പിനാണ്. ആ നിലനിൽപ്പിൽ ഉണ്ടായ ഗുഡ്വില്ലിലാണ് നിനക്ക് ഏലമ്മ എന്ന സുന്ദരിയെ, തറവാട്ടിൽ നിന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞത്. സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുണ്ടായത്. നിൻ്റെ മാത്രമല്ല, 79 കുടുംബങ്ങളുടെ കാര്യമാണത് പറയുന്നത്. പക്ഷേ നീ എല്ലാം മറന്ന് ആ സ്ഥാപനം കുളം തോണ്ടാൻ ശ്രമിക്കുന്നു. എന്നിട്ടും പോരാഞ്ഞിട്ട് മാനേജ്മെൻറ്റ് മാപ്പ് പറഞ്ഞ് സ്ഥാപനം തുറക്കണം. ഗുരു ഇറങ്ങി നടന്നു. ഏലമ്മ പ്രതിമ പോലെ നിന്നു. പിറ്റേന്ന് പ്രഭാതം ഗുരുവിൻ്റെ പത്രത്തിൻ്റെ ആസ്തി, ബാധ്യതകൾ തെളിയിക്കുന്ന കണക്കുകളും കമ്മ്യൂൺ നിയമാവലികളും ഉൾക്കൊള്ളുന്ന സപ്ലിമെൻറ്റോടുകൂടി പുറത്തു വന്നു. പത്രം പ്രവിശ്യയിലെ ജനഹൃദയങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. വ്യക്തിപരമായി, ആദർശപരമായി പ്രവിശ്യയിലെ അക്ഷരമറിയുന്ന എല്ലാവരുടെയും കണ്ണുകൾ പെടുന്ന പത്രമെന്ന് ഘോഷിക്കപ്പെട്ടു. സമരം പിൻവലിക്കപ്പെട്ടു. കമ്മ്യൂണിന് മുന്നിൽ കെട്ടിവച്ചിരുന്ന സത്യാഗ്രഹപ്പുര പൊളിച്ചു മാറ്റപ്പെട്ടു. ഗേറ്റ് വൃത്തിയാക്കി. താക്കോലുമായി ഗുരു എത്തുന്നതും കാത്ത് അന്തേവാസികൾ നിന്നു. കമ്മ്യൂണിൻ്റെ ഗേറ്റ് തുറക്കപ്പെട്ടു. അന്തേവാസികൾ അത്യാഹ്ലാദത്തോടെ ആർത്തലച്ച് കയറി. സൗന്ദര്യപ്പിണക്കങ്ങളും കഴിഞ്ഞ് ഒന്നിക്കുന്ന കമിതാക്കളെപ്പോലെ അമിതമായ ആനന്ദത്തിൽ ചുംബനങ്ങൾ കൊടുത്ത് ഇക്കിളിപ്പെടുത്തി രഹസ്യഭാഗങ്ങളെ സ്പർശിച്ച് തലോടി സുഖത്തിൻ്റെ സീൽക്കാര ശബ്ദത്തോടെ
കൃഷ്ണ എല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു.